പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മൾ നന്നായിട്ട് സെറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മുഖത്തേക്ക് തേച്ച് കൊടുക്കാം. തേച്ച ശേഷം ഈ ഒരു നാരങ്ങയുടെ ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസം കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ എല്ലാം നമ്മുടെ കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇപ്പോൾ സ്കൂളൊക്കെ അവധിയായിട്ടുണ്ടല്ലേ, സ്കൂളും കോളേജും ഒക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓണം വരെയാണ്. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും 10 ദിവസം അവധി, 10 ദിവസം ഒന്നും ഇല്ലെങ്കിൽ ഒരു 8-9 ദിവസമെങ്കിലും അവധി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കുറച്ച് സ്കിൻ കെയറുകളൊക്കെ ചെയ്യും. ഇത്രയും ദിവസം സ്കൂളിൽ പൊരി വെയിലത്തൊക്കെ നിന്ന് ടാൻ അടിച്ചിട്ടും കളിച്ചും പിടിച്ചും ഒക്കെ ടാൻ അടിച്ചൊക്കെ നമ്മൾ ഒത്തിരി മുഖമൊക്കെ അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ടാവില്ല, കൈയും കാലൊക്കെ അത്യാവശ്യം ടാൻ അടിച്ച് ഒരു വിധമൊക്കെ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഒരു 3-4 ദിവസത്തേക്കെങ്കിലും കുറച്ച് സ്കിൻ കെയറുകൾ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. എസ്പെഷ്യലി ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സിനും. നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലാണ് നമ്മുടെ മുഖത്ത് ഏറ്റവും കൂടുതൽ പിമ്പിൾസും ടാനും കാര്യങ്ങളും ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ മുഖം സ്കിന്നൊക്കെ ഏറ്റവും മോശമായിട്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കൂളും കോളേജും പഠിക്കുന്ന കാലങ്ങളില്ല. കാരണം നമ്മൾ അല്ലറച്ചില അഴുക്കും പൊടിയും വെയിലും അതും ഇതും എല്ലാം ആയിട്ടാണ് നടക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ വന്നേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇരുന്നതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഞാനൊരു പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ മുഖത്ത് ഡയറക്റ്റ് വെറുതെ ഇരുന്നപ്പോൾ തേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എങ്കിലും പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. കാരണം ഉണ്ടാക്കിയും പോയി, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനിത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരും മാത്രമേ നിവർത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടി കുറച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് തേനാണ് കേട്ടോ ഒഴിച്ചേക്കണം. കുറച്ച് തേന്, പിന്നെ ഒരു ഹാഫ് ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ തേൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേൻ നമ്മുടെ ഒരു 1/2 ടീസ്പൂൺ മേലെ തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് നാരങ്ങയാണ് കേട്ടോ. നാരങ്ങ ഓൾറെഡി ഞാൻ നെക്ക് പിഞ്ഞ് വെച്ചേക്കാണ്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചൊക്കെ എപ്പോഴും എല്ലാ കമൻറ്റുകളിലും ഇടുന്നതാണല്ലേ, ചേച്ചി ഇത്ര വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് ചെയ്യാമോ, ഇത്ര വയസ്സുള്ളവർക്ക് ചെയ്യാമോ എന്ന്. അപ്പോൾ നമുക്ക് ഒരു 3-4 വയസ്സ് തൊട്ടുള്ളവർക്കൊക്കെ 3-4 വയസ്സില്ല കേട്ടോ, സോറി കേട്ടോ, 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ തൊട്ട് മുഖക്കുരുവിൻ ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉറപ്പായും ചെയ്യാം. പിന്നെ കുട്ടികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ തേനിൻ്റെ കണ്ടന്റ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. കാരണം നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് മറ്റ് പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ കസ്തൂരി മഞ്ഞളുടെ കണ്ടന്റ് കുറച്ച് കുട്ടികൾ കുറയ്ക്കുക കേട്ടോ, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതെന്തായാലും നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മുടെ ആ ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നാരങ്ങ നമ്മൾ വെറുതെ പിഴിഞ്ഞ ശേഷം കളയണ്ട കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഴുത്തിന് പിന്നിലെ കറുപ്പ് മാറാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ 10-11 ദിവസമൊക്കെ ഞാൻ കല്യാണമാണ്. അപ്പോഴത്തേനും അതിന് മുമ്പ് നമ്മൾ സ്കിന്നൊക്കെ അത്യാവശ്യം ഒന്ന് സെറ്റാക്കി വെക്കണ്ടേ. നമ്മൾ അവിടെ ഇവിടെ പോയിട്ട് പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മൾ നന്നായിട്ട് സെറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മുഖത്തേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. തേച്ച ശേഷം ഈ ഒരു നാരങ്ങയുടെ തൊലി വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല നമ്മുടെ മുഖത്തിൻ്റെയൊക്കെ ടാൻ മാറുന്നത് മാത്രമല്ല കേട്ടോ, നല്ല രീതിയിൽ നമുക്ക് മുഖം ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ മുഖത്ത് എവിടെയെങ്കിലുമൊക്കെ മുറിവും ചതവും അല്ലെങ്കിൽ നിങ്ങൾ മുഖക്കുരുവൊക്കെ പൊട്ടിച്ച് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ചെയ്യരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുഖമൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖക്കുരുവൊക്കെ തൊലി പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല പോലെ നീറ്റലുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് നീറും കേട്ടോ, നീറിയും പെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ ക്ലിയർ ആയിട്ടുള്ള മുഖക്കുരു ഉണ്ടെങ്കിലും പൊട്ടിക്കാത്ത മുഖക്കുരുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സീൻ ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ സെയിം തന്നെ നമുക്കിത് നമ്മുടെ നെക്കിൽ തേച്ച് കൊടുക്കാം കേട്ടോ. നെക്കിൽ തേച്ച് കൊടുക്കാം, നമ്മുടെ ചെവിയിൽ തേച്ച് കൊടുക്കാം. സെയിം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാലിലും കയ്യിലും തേച്ച് നല്ലപോലെ സ്ക്രബ് ചെയ്യാം കേട്ടോ. ഈ ഒരു പാക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് എല്ലായിടവും ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് മുഖക്കുരുവും അല്ലറച്ചുള്ള മുറിവോ പൊട്ടലോ എന്തെങ്കിലും ചീറ്റലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ തേക്കാതിരിക്കുക കേട്ടോ. തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ നീറും. കാരണം ഇത് നാരങ്ങയുടെ കണ്ടൻറ്റും ഉണ്ട്, നമ്മുടെ കസ്തൂരി മഞ്ഞളും ഉണ്ട് കേട്ടോ. കസ്തൂരി മഞ്ഞളിന് പകരം നമ്മുടെ സാധാ മഞ്ഞപ്പൊടി എടുക്കാം കേട്ടോ. പക്ഷേ സാധാ മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്കും കറി മഞ്ഞൾ എടുക്കരുത്, അതിൽ കൂട്ടൊക്കെ ചേർന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതേപോലെ നല്ലപോലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ 2 കൈയും യൂസ് ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. ഞാൻ കണ്ടൻറ്റ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. നമ്മുടെ തേയിലപ്പൊടിയല്ല, സോറി കേട്ടോ, നമ്മുടെ കാപ്പിപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടി,
ആവശ്യത്തിലധികം തേന്, പിന്നെ നമ്മുടെ സാധാരണ ഒരു പീസ് നാരങ്ങ കേട്ടോ. ഞാൻ ഒരു ചെറിയ പീസ് നാരങ്ങയാണ് കേട്ടോ എടുത്തത്. നമുക്ക് ഒരുപാട് നാരങ്ങ വേണ്ട, എന്നാലൊരു ചെറിയ പീസ് നാരങ്ങ മാത്രം മതി കേട്ടോ. ഇതൊന്നും അത്യാവശ്യം ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആവുന്നവരേക്കും നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഡ്രൈ ആവണ വരെ നമുക്ക് ഇതേപോലെ മസാജ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു തരിതരി പോലെ പൊടിയൊക്കെ ഇല്ലേ, അതുപോലെയുള്ളതും ആ ഒരു ഇതൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റിമൂവ് ആയി കിട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ സ്കിൻ കെയറും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി സ്കിൻ കെയർ ചെയ്യണം. ഡെയിലി എന്തെങ്കിലും പാക്കുകളോ നമ്മുടെ ഹോം റെമഡീസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖം നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരാഴ്ച എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുഖത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ചോദിക്കും, അയ്യോ നീ എന്താണ് ഈ സ്കൂൾ അടച്ച് തുറന്നപ്പോഴത്തേക്ക് നീ ഭയങ്കര ലുക്കായാലോ, ഇതെങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് മിക്കവാറും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കുട്ടികളെന്നല്ല കേട്ടോ, ആർക്കും വേണം ഈ ഒരു പാക്ക് ചെയ്യാം കേട്ടോ. കുട്ടികളാണെങ്കിൽ എന്നുണ്ടെങ്കിൽ തേന് കുറച്ച് കൂടുതൽ എടുക്കുക, മഞ്ഞൾപ്പൊടി കുറച്ച് കുറവെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ലപോലെ സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിപ്പോൾ സ്ക്രബ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ലോങ് വീഡിയോ ആയിപ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ഏതെങ്കിലും ഒരു കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയെന്ന് കുറച്ച് നേരം സ്ക്രബ് ചെയ്തിട്ട് വരാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പറയാൻ മറന്നു, ഈ ഒരു നാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ, തോട് നമ്മൾ ഓപ്പോസിറ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കട്ടെ. അതായത് ഇതേപോലെ ഇതിവിടെ പുറത്തെ തൊലിയാണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു പാക്കിൽ മുക്കിയ ശേഷം ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗൈസ്, ഇപ്പോൾ ഞാൻ എൻ്റെ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഞാനത് വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പല പണികളിലൂടെ നടന്നത് കൊണ്ട് ഞാൻ അറിയാണ്ട് വാഷ് ചെയ്തപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മുഖമൊക്കെ അത്യാവശ്യം നല്ലപോലെ കഴുകി വൃത്തി മെനക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തെ ടാൻ നല്ല പോലെ മാറും കേട്ടോ. നല്ല പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നമ്മുടെ മുഖത്തിന് വന്ന ആ ഒരു ചേഞ്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്പിൽ മാക്സിമം ചെയ്യാതിരിക്കുക കേട്ടോ. ലിപ്പിൽ ചെയ്താൽ ലിപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവണപ്പോൾ തോന്നും. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തേനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ലിപ്പിൽ തേച്ചിടുക. പിന്നെ ഈ ഒരു പാക്കിട്ട ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടുന്നത് അടിപൊളിയാണ് കേട്ടോ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യണ അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു പാക്കിട്ട ശേഷം നിങ്ങൾ ഒരു ചെറിയ എന്തെങ്കിലും വളരെ ക്വാണ്ടിറ്റി കുറവിൽ ഒരു മോയ്സ്ചറൈസറും കൂടി യൂസ് ചെയ്യണം. എന്തായാലും ടാൻ മാറാനായിട്ട് അടിപൊളിയാണ്. നിങ്ങളൊരു 3-4 ദിവസം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വെക്കേഷൻ ടൈമിൽ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ബൈ.